ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് നിർവാണയാണ്. അതിനായി കിട്ടിയത് നല്ലൊരു ആവോലി മീനാണ്. കടയിൽ പോയപ്പോൾ നല്ലൊരു ഫ്രഷ് മീൻ ഇരിക്കുന്നത് കണ്ട് മേടിച്ചതാണ്. അത് നല്ല വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്തത് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത്, പിന്നീട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുകയാണ്. ഇത് നല്ലതായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കേണ്ടതാണ്. അതിനുവേണ്ടി അല്പം വെള്ളം കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം മീനിൻ്റെ 2 ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ഫിഷ് നിർമ്മാണം ഉണ്ടാക്കുന്നതിന് മുന്നേ മീനെ ഒന്ന് ഹാഫ് കുക്ക്ഡാക്കി 2 സൈഡും പൊരിച്ചെടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയാണ് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത്. ഇനി നമ്മളിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 2 കതിര് കരിയാപ്പല, അതിലേക്ക് മീനിൻ്റെ ഒരു സൈഡ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡൊന്ന് ഹാഫ് കുക്ക്ഡ് ആയതിനു ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് മറു സൈഡും കൂടി ഒന്ന് ഹാഫ് കുക്ക്ഡാക്കി എടുക്കേണ്ടതുണ്ട്. ഇതിന് ശേഷം നമുക്ക് ആ മീനൊന്ന് 2 സൈഡും ഹാഫ് കുക്ക്ഡായതിനു ശേഷം ഒന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതിന് വേണ്ടി നമുക്ക് ഒരു ചട്ടി എടുത്ത് വെക്കുന്നു. അതിനുശേഷം നമുക്കതിന് വേണ്ട സാധനങ്ങളായ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മാങ്ങ, ചെറിയുള്ളി ഇത്രയും ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ചെറിയ സ്ലൈസുകളായിട്ട്. അതിനുശേഷം നമ്മൾ ആ ചട്ടിയിലേക്ക് ഒരു ഫോയിൽ പേപ്പറാണ് ഇട്ടത്, കാരണം നമുക്കിവിടെ ഫ്രഷ് വാഴയില അവൈലബിൾ അല്ലായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആ മീനൊന്ന് എടുത്ത് വെക്കാവുന്നതാണ്. അതിന് പിന്നെ നമ്മൾ ആ ഗ്യാസ് ചെറുതായിട്ടൊന്ന് സിമ്മിൽ ഓൺ ചെയ്തിടേണ്ടതാണ്, ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടി. നമ്മൾ ഫോയിൽ പേപ്പർ ഇട്ടു, അതിലേക്ക് മീനെടുത്ത് വെച്ചു. ഇനി നമ്മൾ അതിന് മുകളിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പാൽ മേടിച്ചതാണ്, അന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന സാധനങ്ങളായ ഇഞ്ചി, മാങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച തേങ്ങാപ്പാൽ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം മീൻ വളരെ വലിയ മീനായിരുന്നു. അപ്പോൾ അന്ന് അത്യാവശ്യം മുങ്ങിക്കിടക്കാൻ വേണ്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് തക്കതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഒന്ന് വിതറി കൊടുക്കുകയാണ്. വേണ്ടവർക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പ് കൂടെ വിതറി കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് അടച്ച് വേവിക്കുക. ഒരു മീഡിയം തീയിലിട്ട് വേവിക്കേണ്ടതാണ്. ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഒന്ന് തുറന്ന് നോക്കി ഇതിപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളതിലേക്ക് സെർവ് ചെയ്യാനായിട്ട് ഞാനൊരു 2 നാരങ്ങ അല്ലി കൂടി മുറിച്ച് വെക്കുകയാണ്, ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ സാധനമാണ്.